ഇരിങ്ങാലക്കുട നഗരസഭയിൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. സ്വാതന്ത്ര്യദിനത്തിൽ ITU ബാങ്ക് നിക്ഷേപകരുടെ കൂട്ടായ്മ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മാധ്യമപ്രവർത്തകരെ തടയാനും കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായതെന്ന് പരാതി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ശേഷം ദേശീയ പതാകകളുമായി നഗരസഭയിലേക്ക് നിവേദനം നൽകാൻ എത്തിയതായിരുന്നു ITU ബാങ്ക് നിക്ഷേപകരുടെ കൂട്ടായ്മ. സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് റാലിയിൽ പങ്കെടുത്തത്. നഗരസഭയ്ക്ക് സമീപം എത്തിയ റാലി പാർക്കിന് സമീപം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. നിക്ഷേപകരെ നഗരസഭയിലേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെ പ്രതിഷേധം ശക്തമായി. ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭാ കവാടത്തിൽ നിലയുറപ്പിച്ചിരുന്നു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ നഗരസഭയ്ക്ക് അവധിയായതിനാൽ ചുമതലയിലുണ്ടായിരുന്ന ക്ലീൻ സിറ്റി മാനേജർ ബേബിക്ക് നിവേദനം നൽകാൻ 3 പേർക്ക് പോലീസ് അനുമതി നൽകി. നിവേദനം നൽകി മടങ്ങിയ നിക്ഷേപകരെ നഗരസഭാ കവാടത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂവി വിളിക്കുകയും പ്രകോപനപരമായി സംസാരിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. ആദ്യമാളുടെ കക്ഷികളോട് ആൾ മര്യാദ കാണിക്കാം മനസ്സിലായ. എന്നിട്ട് ഈ പറഞ്ഞ ITU ബാങ്കിത്തെ അവരുടെ നിക്ഷേപരോട് കാണിക്കാൻ പറയാൻ ഒരു കള്ളമക്കില്ല കൊണ്ട് നിർത്തിയിട്ടാണ് വലിയ മുദ്ര വയ്ക്കാം. ആളിവിടെ ഒരാളുണ്ടായിരുന്നു ഇത്ര ആളായിട്ട് ആൾക്കാരെ കൂട്ടാൻ കിട്ടി കുറച്ച് നിക്ഷേപർ കിട്ടി അവരെയും പിടിച്ചവിടെ നിന്ന് ഇപ്പോൾ കള്ളെന്ന് വെച്ചാൽ കള്ളന് കഞ്ഞി വെച്ചാൽ. സംഭവം റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകരെ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. പോലീസ് ഇടപെട്ടാണ് കൂടുതൽ സംഘർഷം ഒഴിവാക്കിയത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ റൂറൽ SP പരാതി നൽകി. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.